മലപ്പുറം അരീക്കോട് ക്യാമ്പിൽ പോലീസുകാരൻ ആത്മഹത്യ ചെയ്തത് അവധി നൽകാത്തതിലെ മനോവിഷമത്തെ തുടർന്നാണെന്ന് ആരോപണം ഉയരുന്നു. വയനാട് കോട്ടത്തറ സ്വദേശി വിനീതിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടക്കും. സ്വയം നിറയൊഴിച്ചാണ് ഈ പോലീസുകാരൻ മരിച്ചത്. സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് കമാൻഡോ വിനീതാണ് ഇന്നലെ ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹത്തിന് അവധി കൊടുക്കാഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുത്തത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതായത് മനസ്സിന് കാഠിന്യമുള്ള ആളുകളാണ് പരിശീലനം വഴി ഈ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൽ കമാൻഡോ ആയി മാറുന്നത്. പക്ഷേ ഈ കമാൻഡോയുടെ മനസ്സും ചഞ്ചലപ്പെട്ടു പോയി എന്നാണ് ഈ ആത്മഹത്യയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ബിപിൻ സി വിജയൻ ചേരുന്നു. ബിപിൻ, യഥാർത്ഥത്തിൽ ഈ വിനീതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? അദ്ദേഹം അത്ര കൂടുതൽ മാനസിക വ്യഥ അനുഭവിച്ചിരുന്നു? ഇത് മരണത്തിൻ്റെ വഴിയൊക്കെ ഒരു കമാൻഡോ, വളരെ ഏറ്റവും വലിയ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു കമാൻഡോ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ വളരെ അവിശ്വസനീയമായി തോന്നുന്നു. പക്ഷേ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകുമ്പോൾ വലിയ കരുത്തന്മാർ പോലും അടിതെറ്റി വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. SKN വിനീതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ 9 മണിയോടുകൂടി നടക്കും. ഇത് അരീക്കോട് മദർ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. മൃതദേഹം ഇവിടെയാണ് ഉള്ളത്. 9 മണിയോടുകൂടിയായിരിക്കും ഇൻക്വസ്റ്റ്. അത് പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നേതൃത്വത്തിലായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുക. അതിനുശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച് അവിടുന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ അരീക്കോട് SOG ക്യാമ്പിൽ പൊതുദർശനം ഉണ്ടാകും. 2 മണിയോടെ പൊതുദർശനം. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുക. ഇതുപോലെ തന്നെ ഈ SOG ക്യാമ്പിനെ സംബന്ധിച്ച് ഇതിനു മുൻപ് തന്നെ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതായത് തൊഴിൽപരമായിട്ടുള്ള ഒരു സമ്മർദ്ദം കൂട്ടുന്നു, ആവശ്യത്തിന് അവധി നൽകുന്നില്ല തുടങ്ങിയിട്ടുള്ള പരാതികൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു ആത്മഹത്യയിലേക്ക് എത്തിച്ചതിൻ്റെ കാരണത്തെ സംബന്ധിച്ചും ഇപ്പോൾ അങ്ങനെ ഒരു പരാതിയാണ് ഉയരുന്നത്. കൂടെയുള്ള സഹപ്രവർത്തകരാണ് അവധി വേണ്ടത്ര ലഭിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പരാതിയൊക്കെ ഉയർത്തുന്നത്. പക്ഷേ അതേ സംബന്ധിച്ചിട്ട് ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ ഇത് മാത്രമാണ് കാരണം എന്നുള്ളതോ അല്ലെങ്കിൽ ഈ അവധി കൃത്യമായിട്ട് എത്ര ദിവസം നൽകിയില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട് നിലവിൽ. പക്ഷേ അദ്ദേഹം ഒരു സമ്മർദ്ദം അനുഭവിച്ചിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഏകദേശം നവംബറിൽ അദ്ദേഹത്തിന് ഇവിടെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അരീക്കോട് SOG ക്യാമ്പിലേക്ക് വരുന്നത്. അങ്ങനെ വന്നതിന് ശേഷം പിന്നീട് അതിൽ ഫെയിലായി. ഡിസംബറിൽ വീണ്ടും ഇനിയിപ്പോൾ ഒരു ക്യാമ്പ് ആരംഭിക്കാനിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ 8:50 കൂടിയാണ് സ്വന്തം റൈഫിൽ നിന്ന് അദ്ദേഹം ബാത്റൂമിൽ കയറുകയും വെടിയുതിർക്കുകയും ചെയ്തിട്ടുള്ളത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരിച്ചു. പിന്നീട് അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നുണ്ടെങ്കിലും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ബന്ധുക്കൾ വരണം. അവരൊക്കെ എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയണം എന്നുള്ളതിനെക്കുറിച്ചും ഒരു കൃത്യത വരണം. ഒപ്പം തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വേർഷൻ ഈ സംഭവത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. 2 മണിയോടുകൂടി പൊതുദർശനം നടത്തും. ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയാണ് എന്നുള്ളതാണ്. വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ വീടുള്ളത്. ഒരു കുഞ്ഞ് അദ്ദേഹത്തിന് ഇപ്പോഴുണ്ട്. SK. താങ്ക് യു. ബിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.